ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന അവകാശവാദം ഭരണ തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ ചോദ്യം ചെയ്യില്ലെന്നും സുരേഷ് ഗോപി. വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്ന വഴി രക്ഷപ്പെട്ട കൊടുംകുറ്റവാളി ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ബാലമുരുകൻ രക്ഷപ്പെട്ടത് സ്കൂട്ടറിലാണെന്ന് സൂചന. തമിഴ്നാട് പോലീസിനെതിരെ വിയൂർ പോലീസ് കേസെടുത്തു. കാട്ടാന ഭീതി ഒഴിയാതെ കുതിരാൻ. വാണിയമ്പാറ പെരുന്തുമ്പയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി കാട്ടാനക്കൂട്ടമിറങ്ങി. പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പെങ്ങാമുക്ക് സ്വദേശി രായ്മരക്കാർ വീട്ടിൽ ഷബീറിനാണ് പരിക്കേറ്റത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതം. മരത്തങ്കോട് പള്ളിപ്പെരുന്നാളിനായി സ്ഥാപിച്ച പന്തൽ തകർന്നു വീണ അപകടം. പിക്കപ്പ് ലോറി തകർന്നു. ദേശീയപാത പാണഞ്ചേരിയിൽ കാർ തലകീഴായി മറിഞ്ഞു. വടക്കാഞ്ചേരി ഒന്നാംകല്ലിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചങ്ങാലി വീട്ടിൽ മാധവാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന അവകാശവാദം പെരുപ്പിച്ചു കാണിക്കുന്നത് ഭരണ തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ ചോദ്യം ചെയ്യുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അളവിന് മേലെ ഉള്ള പെരുപ്പിച്ച് കാണിക്കൽ എന്ന് പറയുന്നത് വീണ്ടും 5 വർഷം വഞ്ചിക്കാൻ വേണ്ടി ഉള്ള ആയുധമാണ്. അത് കൊടിയ വഞ്ചന. എന്താണോ ഇവര് സുഖിപ്പിച്ച് നേടാമെന്ന് വിചാരിച്ച് വഞ്ചിക്കപ്പെട്ടവരാണെങ്കിൽ ആ വഞ്ചന അകറ്റണം, ആ വഞ്ചന ഇല്ലായ്മ ചെയ്യണം. വഞ്ചന എന്ന് പറയുന്ന ചതിയോ തെറ്റോ എന്താണെന്ന് വെച്ചാൽ അത് പുനരെടുത്ത് നടത്തും. നഗരസഭയിൽ പട്ടികജാതി പുനരധിവാസ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തതിലുള്ള അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പട്ടികജാതി കമ്മീഷന് BJP നൽകുന്ന പരാതിയുടെ ഒപ്പുശേഖരണം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിലെ ഭൂമി ഇടപാടിൽ പട്ടികജാതിക്കാരെ നഗരസഭ വഞ്ചിച്ചതായി സുരേഷ് ഗോപി പറഞ്ഞു. ചാപ്പാറയിൽ നടന്ന പരിപാടിയിൽ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, നേതാക്കളായ IAS മനോജ്, TJ ജെമി, ON വിജയൻ, VM പുരുഷോത്തമൻ, KS ശിവറാം എന്നിവർ പങ്കെടുത്തു. TCV കൊടുങ്ങല്ലൂർ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി താൻ നിലകൊള്ളുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിൽ താൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതികൾക്ക് നിസ്സഹകരണം നേരിടുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു. MP-മാർ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ കളക്ടർ വഴി നടപ്പാക്കുന്ന നിയമം കൊണ്ടുവരണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. അതിനെന്ത് എവിടെ ചെയ്യേണ്ടി വന്നാലും ചെയ്യും. അതിനുള്ള അനുവാദം കിട്ടണം. ആ അനുവാദം കിട്ടുന്നതിനാണ് ഇപ്പോൾ ബുദ്ധിമുട്ട്. അതിനു വേണ്ടുന്ന നടപടി, അനുവാദം നമുക്ക് തന്നെ നൽകി ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ഭരണ അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ആകമാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട കാറളം പഞ്ചായത്തിൽ മത്സ്യബന്ധന തൊഴിലാളിയായ കാഞ്ചനയ്ക്ക് വള്ളവും വലയും വാങ്ങി നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മാധ്യമങ്ങളിൽ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രിയുടെ നടപടി. ചെമ്മാപ്പിള്ളി വീട്ടിൽ കാഞ്ചന ശിവരാമൻ കഴിഞ്ഞ 50 വർഷമായി മത്സ്യബന്ധനം നടത്തിയാണ് ഉപജീവനം കണ്ടെത്തുന്നത്. 10 വർഷം മുൻപ് ഭർത്താവ് മരിച്ചതോടെ സ്വന്തമായുള്ള പഴയൊരു വള്ളത്തിലാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ഗ്രാമസഭകളിൽ 100% മാർക്ക് നേടി ഉപഭോക്തൃ വിഹിതമായ 7500 രൂപയും കാഞ്ചനയിൽ നിന്നും പഞ്ചായത്ത് അധികൃതർ കൈപ്പറ്റിയിരുന്നു. എന്നാൽ പിന്നീട് ഉപഭോക്തൃ വിഹിതമായ പണം തിരികെ മകനെ ഏൽപ്പിക്കുകയും കാഞ്ചനയ്ക്ക് വഞ്ചി ലഭിക്കാൻ അർഹതയില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിക്കുകയുമായിരുന്നു.
മാധ്യമങ്ങളിൽ ഇക്കാര്യം വാർത്തയായതിനെ തുടർന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട വിഷയം സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വിഷയത്തിന്റെ ആധികാരികത പരിശോധിച്ചതിന് ശേഷം കാഞ്ചനയ്ക്ക് വള്ളവും വലയും വാങ്ങി നൽകാമെന്ന് സുരേഷ് ഗോപി ഉറപ്പ് നൽകിയിരുന്നു. ബുധനാഴ്ച രാവിലെ ചെമ്മണ്ട കൊടുന്തറ പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ സുരേഷ് ഗോപി വള്ളവും വലയും കാഞ്ചനയ്ക്ക് കൈമാറി. BJP സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം, BJP പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ അനിൽ, ജനറൽ സെക്രട്ടറി സുഭാഷ് കൊല്ലന്തറ, രാമചന്ദ്രൻ കോവിൽപ്പറമ്പിൽ, ആർച്ച അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി പ്രകാരമാണ് 100-ലധികം പേർക്ക് സഹായം നൽകിയത്. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് KR ശ്രീകുമാർ, ആർച്ച അനീഷ്, കൃപേഷ് ചെമ്മണ്ട, സന്തോഷ് ചെറാക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്ന വഴി രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആലത്തൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചുമാറ്റിയിരുന്നു എന്ന തമിഴ്നാട് പോലീസിന്റെ മൊഴി സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വെള്ളമുണ്ടും മഞ്ഞയിൽ കറുത്ത കള്ളികളുമുള്ള ഷർട്ടാണ് വേഷം. ഒപ്പമുണ്ടായിരുന്ന തമിഴ്നാട് പോലീസ് ബാലമുരുകനെ കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെയെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിനു ശേഷം ബാലമുരുകൻ സ്വതന്ത്രനായി പുറത്തേക്കിറങ്ങി പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ബാലമുരുകനെ ഒടുവിൽ കണ്ടത് ചൊവ്വാഴ്ച പുലർച്ചെ 2:30 വിയൂർ ജയിലിന് സമീപം പാടൂക്കാട് വെച്ചാണ്. മോഷ്ടിച്ചത് എന്ന് കരുതുന്ന സൈക്കിളിൽ വരികയായിരുന്ന ബാലമുരുകനെ പോലീസ് കണ്ടതോടെ സൈക്കിൾ ഉപേക്ഷിച്ച് സമീപത്തെ പാടത്തുകൂടി ഓടി രക്ഷപ്പെട്ടു. പിന്നീട് പോലീസ് അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല. പ്രദേശത്ത് റെയിൽവേ ട്രാക്ക് ഉള്ളതിനാൽ ട്രെയിനിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഒപ്പം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലൂടെ ഏതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയും കണക്കുകൂട്ടുന്നു. നഗരത്തിലും സമീപ ജില്ലകളിലും ബാലമുരുകനായി വ്യാപക തിരച്ചിൽ തുടരുകയാണ്. TCV ന്യൂസ്, തൃശൂർ. വിയൂർ പരിസരത്ത് നിന്ന് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകൻ സ്കൂട്ടർ തട്ടിയെടുത്തതായി സംശയം. വിയൂർ സമാജം റോഡിലെ താമസക്കാരനായ TK സുരേന്ദ്രന്റെ സ്കൂട്ടറാണ് മോഷണം പോയത്. ഈ സ്കൂട്ടറിൽ ബാലമുരുകൻ രക്ഷപ്പെട്ടതായാണ് സംശയിക്കുന്നത്. സ്കൂട്ടറിൽ നിന്ന് ഉടമ താക്കോലെടുക്കാൻ മറന്നിരുന്നു. കാട്ടാനഭീതി ഒഴിയാതെ കുതിരാൻ. വാണിയമ്പാറ പെരുന്തുമ്പയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി കാട്ടാനക്കൂട്ടമിറങ്ങി. കുട്ടിയാളയടക്കം 4 ആനകളാണ് പെരുന്തുമ്പയിലെ കൃഷിയിടത്തിൽ തമ്പടിച്ചിരിക്കുന്നത്. കാട്ടാനശല്യം തടയാൻ സ്ഥാപിച്ച ഫെൻസിംഗ് തകർന്നതാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് കടക്കാൻ കാരണം. കഴിഞ്ഞ ഒരാഴ്ചയായി കുതിരാനിൽ ഒറ്റയാനിറങ്ങി പരിഭ്രാന്തി സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് പെരുന്തുമ്പയിൽ കാട്ടാനക്കൂട്ടമിറങ്ങിയത്. വാഴാനി മേഖലയിൽ നിന്നാണ് കുതിരാനിലേക്ക് ആനകൾ എത്തുന്നതെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പെങ്ങാമുക്ക് സ്വദേശി രായിമരക്കാർ വീട്ടിൽ ഷാബിറിനാണ് പരിക്കേറ്റത്. ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്ന ആനയുടെ പാപ്പാന്മാരാണ് യുവാവിനെ മർദ്ദിച്ചത്. ഇന്ന് പുലർച്ചെ 2:30 സംഭവം. ഷബീറിന്റെ അണിയന്റെ 12 വയസ്സുള്ള മകനെ ആനപ്പുറത്ത് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് ഷബീറിന് മർദ്ദനമേറ്റത്. ആനയുടെ തോട്ടി കൊണ്ടുള്ള മർദ്ദനത്തിൽ തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികൾക്കായി കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരത്തങ്കോട് പള്ളിപ്പെരുന്നാളിനായി സ്ഥാപിച്ച പന്തൽ തകർന്നു വീണ അപകടം. പിക്കപ്പ് ലോറി തകർന്നു. പന്തൽ പണി ജീവനക്കാരന് പരിക്കേറ്റു. ഇന്നുച്ചയ്ക്ക് 1:30 സംഭവം. മരത്തങ്കോട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി വായനശാല ഫ്രണ്ട്സ് കമ്മിറ്റിയുടെ നാദം ലൈറ്റ് ആൻഡ് സൗണ്ട് നിർമ്മിച്ച പന്തലാണ് അഴിക്കുന്നതിനിടയിൽ റോഡിലേക്ക് തകർന്നു വീണത്. പിക്കപ്പ് വാഹനത്തിന് മുകളിലേക്കാണ് പന്തൽ വീണത്. അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാലിന് പരിക്കേറ്റ പന്തൽ പണി ജീവനക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത പാണഞ്ചേരിയിൽ കാർ തലകീഴായി മറിഞ്ഞു. ബംഗളൂരുവിൽ നിന്ന് വലപ്പാട്ടേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. വടക്കാഞ്ചേരി ഒന്നാങ്കല്ലിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചങ്ങാലി വീട്ടിൽ മാധവിനെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഓട്ടുപാറയിലെ ജിം ട്രെയിനറായ മാധവ് ദിവസവും 4-ന് ഉണർന്ന് ജിമ്മിൽ പോകാറുള്ളതാണ്. എന്നാൽ ഇന്ന് 4:30 എഴുന്നേൽക്കാതെ വന്നതിനെ തുടർന്ന് അമ്മ അയൽവാസികളെ വിളിച്ച് വാതിൽ തള്ളി തുറക്കുകയായിരുന്നു. വീട്ടിൽ മാധവും അമ്മയും മാത്രമാണ് താമസിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ വീടിന് മുന്നിൽ ഒരു പാമ്പിനെ കണ്ടിരുന്നു. മാധവ് പാമ്പിന്റെ ഫോട്ടോ എടുത്ത് സുഹൃത്തിന് അയച്ചു കൊടുത്തതായി പറയുന്നു. യുവാവിന് പാമ്പുകടിയേറ്റതായും സംശയിക്കുന്നു.
കുറാഞ്ചേരിയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു. മുളങ്ങുന്നത്തുകാവ് സ്വദേശി മുളങ്ങുന്നത്തുകാവ് വീട്ടിൽ ശ്രീജേഷ്, മാള പുത്തഞ്ചിറ മണപ്പാട്ടുപറമ്പിൽ ജഗന്നാഥൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അശാസ്ത്രീയവും സാധാരണ ജനങ്ങൾക്ക് അപ്രായോഗികവുമായി ലേണിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി പ്രക്ഷോഭത്തിലേക്ക്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തൃശൂർ RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ലേണിംഗ് ടെസ്റ്റ് പരിഷ്കാരം നടപ്പാക്കുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട റോഡ് സേഫ്റ്റി അതോറിറ്റി, നാറ്റ്പാക് തുടങ്ങിയവരുമായി യാതൊരു കൂടിയാലോചനയും നടന്നിട്ടില്ല. ഓഫീസുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, കമ്പ്യൂട്ടറുകൾ എന്നിവ ഒരുക്കേണ്ടതുണ്ടെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നു. പരിഷ്കരിച്ച ചോദ്യപേപ്പർ തയ്യാറാക്കിയതിലെ അപാകതകളെക്കുറിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് വിശദമായ കത്തയച്ചിട്ടും യാതൊരു നടപടിയുമില്ല. അപേക്ഷകർ രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്നാൽ പോലും ലേണിംഗ് പരീക്ഷ മുഴുവനായി എഴുതാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ആരോപിച്ചു. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അയ്യന്തോൾ ചുങ്കം ജംഗ്ഷനിൽ നിന്ന് RTO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി രക്ഷാധികാരി KM ലെനിൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KS പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ജയശങ്കർ വിളക്കപ്പിള്ളി, ജില്ലാ സെക്രട്ടറി MV സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MN പ്രവീൺ, ജില്ലാ ട്രഷറർ ചന്ദ്രൻ, സേവ്യർ, സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് അതിദരിദ്രരില്ലെന്ന സർക്കാർ പ്രഖ്യാപനം പ്രഹസനവും വസ്തുതകൾ മറച്ചുവെച്ചുള്ള കള്ളവുമാണെന്ന് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. 21-ാം വാർഡ് കൊട്ടോൾ ചുള്ളിയിൽ കുട്ടിമാളുവിന്റെ വീട് സന്ദർശിക്കുകയായിരുന്നു മണ്ഡലം കമ്മിറ്റി നേതാക്കൾ. പഞ്ചായത്ത് തയ്യാറാക്കിയ അതിദരിദ്ര പട്ടിക തട്ടിപ്പാണെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. മേൽക്കൂര പോയ ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് വിധവയും നിരാശ്രയവുമായ കുട്ടിമാളു ഇപ്പോഴും ജീവിക്കുന്നത്. ഇവരുടെ ദയനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. വീട് പുനർനിർമ്മിച്ചു നൽകാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധരാണെന്ന് മുതിർന്ന നേതാവ് NK അലി പറഞ്ഞു. കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PK ദേവദാസ്, നേതാക്കളായ K വിശ്വംഭരൻ, ശിവരാമൻ, MM മഹേഷ്, MH ഹക്കീം, ജമാൽ കൊട്ടോൾ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. എല്ലാ വീടുകളും ഇത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അംഗനവാടി കെട്ടിടം പോലും വളരെ സുരക്ഷിതമായി. തൃശൂർ കോയിൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാഷണൽ ലെവൽ കോയിൻ ആൻഡ് കറൻസി എക്സിബിഷൻ ഈ മാസം 7, 8, 9 തീയതികളിൽ നടക്കും. ശ്രീശങ്കര ഹാളിൽ നടക്കുന്ന എക്സിബിഷൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കോയിൻ സൊസൈറ്റി പ്രസിഡന്റ് MK സേതുമാധവൻ, സെക്രട്ടറി ജോഷി വർഗീസ്, ട്രഷറർ KT വർഗീസ്, ജോയിന്റ് സെക്രട്ടറി രാജൻ പുത്തൂർ, വൈസ് പ്രസിഡന്റ് ബിജു എബ്രഹാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ നാദബ്രഹ്മം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 8-ന് സംഗീത സന്ധ്യ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വൈകിട്ട് 4-ന് സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗീത സന്ധ്യ വീണ വിദ്വാൻ A. അനന്തപത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. നാദബ്രഹ്മം ട്രസ്റ്റിമാരായ H. ഗണേഷ്, വേണുഗോപാൽ കുറുപ്പത്ത്, സുധാ ബിന്ദു ശശികുമാർ, പത്മജ വേണുഗോപാൽ, നിർമ്മൽ കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് ഉപജില്ലാ കലോത്സവം എടക്കഴിയൂർ CD സാഹിബ് സ്കൂളിൽ തുടരുന്നു. കലോത്സവത്തിലെ ബാൻഡ് മേള മത്സരം കാണികളെ ആവേശത്തിലാക്കി. 3 ടീമുകളാണ് മത്സരിച്ചത്. മത്സരത്തിൽ മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം പടിഞ്ഞാറേ വെമ്പല്ലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ നാടക പ്രവർത്തകൻ പ്രതാപൻ നെല്ലിക്കത്തറ കലാമത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P. മൊയ്തീൻകുട്ടി കലോത്സവ സന്ദേശം നൽകി. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ, സീനത്ത് ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്കൃതം തുടങ്ങിയ കലോത്സവങ്ങളും ഇതിൻ്റെ ഭാഗമായി നടന്ന് മുന്നോട്ട്. ഇപ്രാവശ്യം സംസ്ഥാന കലോത്സവം നമ്മുടെ തൃശ്ശൂരിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. 2 ദിവസം മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ജില്ലയിലെ മന്ത്രിമാരും ബന്ധപ്പെട്ടവരും എല്ലാവരും കൂടി കലോത്സവം വിജയിപ്പിക്കേണ്ടത്. മറ്റത്തൂർ പഞ്ചായത്തിൽ MP ഫണ്ട് ഉപയോഗിച്ചുള്ള 2 റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ്, വാർഡ് മെമ്പർമാരായ KT ഹിതേഷ്, സുമിത ഗിരി, ഗീത ജയൻ, KS സൂരജ്, ഷൈനി ബാബു തുടങ്ങിയവർ സന്നിധരായിരുന്നു.
വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി തലപ്പിള്ളി താലൂക്കിൽ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു. സംവിധായകൻ ലാൽ ജോസിന് എന്യൂമറേഷൻ ഫോം നൽകി തഹസിൽദാർ സി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മായന്നൂരിലെ ലാൽ ജോസിന്റെ വീട്ടിലെത്തിയാണ് ഫോം നൽകിയത്. വില്ലേജ് ഓഫീസർ സുനിത, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ സുധീഷ് കുമാർ, ബൂത്ത് ലെവൽ ഓഫീസർ വിദ്യ എന്നിവരും സന്നിധരായിരുന്നു. INTUC മുൻ മണ്ഡലം പ്രസിഡന്റ് CK രാമചന്ദ്രന്റെ രണ്ടാം ചരമവാർഷികം വടക്കാഞ്ചേരി ടൗണിൽ INTUC ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ആചരിച്ചു. ഓട്ടോമൊബൈൽ സഹകരണ സംഘം പ്രസിഡന്റ് TP ഗിരീശൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഓട്ടോറിക്ഷ യൂണിയൻ പ്രസിഡന്റ് VR ശ്രീകാന്ത് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് TS മായാദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. KK സിനീഷ്, ചുമട്ടുതൊഴിലാളി യൂണിയൻ സെക്രട്ടറി MK നിഷാദ് എന്നിവർ സംസാരിച്ചു. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദീപ S നായർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KA ഹംസ, പഞ്ചായത്ത് അംഗങ്ങളായ KM അസീസ്, U അബ്ദുള്ള, PTA പ്രസിഡന്റ് നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. 25 ലക്ഷം രൂപയാണ് സിന്തറ്റിക് ട്രാക്കിന്റെ ആദ്യഘട്ട നിർമ്മാണത്തിന് പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. ഇടവേള. Cable Fest. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ചലച്ചിത്ര ഗാനരംഗത്ത് 40 വർഷം പൂർത്തിയാക്കിയ മോഹൻ സിത്താരയെ പാട്ടുപീടികയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കും. ഞായറാഴ്ച വൈകിട്ട് 4-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ആദരണ സമ്മേളനത്തിൽ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, ഗാനരചയിതാവ് ഡോക്ടർ കോട്ടയ്ക്കൽ കുഞ്ഞുമൊയ്തീൻകുട്ടി തുടങ്ങിയവർ പങ്കെടുക്കും. KG പ്രാൺസിംഗ്, KS അനിൽകുമാർ, PS നാരായണൻകുട്ടി, പാർവതി ദാമോദരൻ, ആമിന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തുരുത്തി പഞ്ചായത്ത് പബ്ലിക് ലൈബ്രറി നവീകരിച്ച് കമ്പ്യൂട്ടർവൽക്കരിച്ചതിന്റെ ഉദ്ഘാടനം സംവിധായകൻ MN വിനയകുമാർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PR നിഖിൽ, വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ PA ഷമീർ, PH ബാബു, ലൈബ്രറിയൻ MS സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. മാനവ വിഭവശേഷി ഭരണശാസ്ത്രത്തിൽ എറവ് കപ്പൽപ്പള്ളി വികാരി ഫാദർ റോയ് വടക്കന് ഡോക്ടറേറ്റ്. കന്യാകുമാരി നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടറേറ്റ് നേടിയത്. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നാഷണൽ റഫറിയുമാണ് ഫാദർ റോയ് വടക്കൻ. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് പള്ളിമേപ്പുറം തിപ്പലശ്ശേരി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, വാർഡ് മെമ്പർമാരായ ഗഫൂർ കടങ്ങോട് തുടങ്ങിയവർ സംസാരിച്ചു. 5 വർഷം ആവശ്യത്തിന് 850 മീറ്ററോളം കാന നിർമ്മിക്കുന്നുണ്ട്. നവകേരള സദസ്സിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ 2.5 കോടി രൂപ ചെലവഴിച്ച് BMPC നിലവാരത്തിലുള്ള എരുമപ്പെട്ടി പഴവൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. മീറ്ററോളം കൂടുതൽ ടാറിംഗ് വിട്ട് വെച്ചിട്ടാണ് നമ്മൾ റോഡ് ചെയ്യണത്. ഇത് പഞ്ചായത്ത് റോഡാണ്. ആ പഞ്ചായത്ത് റോഡാണ് BMPC നിലവാരത്തിൽ ചെയ്യുന്നത്. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്ത്, പ്രധാനാധ്യാപിക കരമ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു.
സ്ഥലം ഉടമ മതിയായ സൗകര്യം ഒരുക്കി നൽകാത്തതിൽ പൂങ്കുന്നം ദേവിനഗറിലെ ശ്രീറാം അപ്പാർട്ട്മെന്റിലെ താമസക്കാർ ദുരിതത്തിൽ. അപ്പാർട്ട്മെന്റിലെ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെന്നും ജനറേറ്റർ ഇല്ലാത്തതിനാൽ വൈദ്യുതി നിലയ്ക്കുമ്പോൾ ആളുകൾ ലിഫ്റ്റിൽ കുടുങ്ങുന്നതും പതിവാണെന്നും താമസക്കാർ പറയുന്നു. പൂങ്കുന്നം റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് ദേവിനഗർ ന്യൂ അഗ്രഹാരം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീറാം അപ്പാർട്ട്മെന്റിലെ താമസക്കാരാണ് ഉടമയുടെ നിരുത്തരവാദപരമായ സമീപനം മൂലം ദുരിതത്തിലായത്. 15 വർഷങ്ങൾക്ക് മുൻപാണ് സ്ഥലം ഉടമയായ ശങ്കരനാരായണൻ വീട് പൊളിച്ചുമാറ്റി 6 നിലകളിലായി ശ്രീറാം അപ്പാർട്ട്മെന്റ് നിർമ്മിച്ചത്. 24 ഫ്ളാറ്റുകളിൽ 10ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവരിൽ ഭൂരിപക്ഷം പേരും ഉടമയുടെ ബന്ധുക്കളാണ്. അപ്പാർട്ട്മെന്റിന്റെ മുൻവശത്തുള്ള സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊഴുകാൻ തുടങ്ങിയിട്ട് 2 വർഷമായെങ്കിലും ഉടമ നന്നാക്കാൻ തയ്യാറാകുന്നില്ലെന്നും ഇത് സംബന്ധിച്ച് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി നൽകിയെന്നും ഫ്ളാറ്റിലെ താമസക്കാരനും വടക്കേയങ്ങാടി മാരിയമ്മൻ കോവിലിലെ മേൽശാന്തിയുമായ മുരളീധരൻ പറഞ്ഞു. ഒരു മാനദണ്ഡമില്ലാതെയാണ് ഈ ഫ്ലൈറ്റ് നിലനിൽക്കുന്നത്. ഇവിടെ ജനറേറ്റർ ഇല്ല, വേസ്റ്റ് കത്തിക്കാനുള്ളൊരു സംവിധാനം ഇല്ല. കാസ്ട്രോളിന്റെ ഈ ഡ്രമ്മിലിട്ടിട്ടാണ് വേസ്റ്റ് കത്തിക്കുന്നത്. ഗേറ്റ് ഇല്ല, സെക്യൂരിറ്റി ഇല്ല, ക്യാമറ ഇല്ല. ഒരു ഫ്ലാറ്റ് പണിയുമ്പോൾ വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെ വേണം, എന്തൊക്കെ ഉണ്ടായാലും ഫ്ലാറ്റ് പണിയാൻ നിയമമുള്ളത് ഒന്നുമില്ല. ഈ സെപ്റ്റിക് ടാങ്കിന്റെ വെള്ളം ഓവർഫ്ലോ വന്നിട്ട് അത് ഉമ്മർത്ത് കെടുക്കണം. കണ്ട സങ്കടം തോന്നും. ഒരാൾക്ക് ഇവിടെ താമസിക്കുന്നവരാരും അതിന്റെ ഓണർമാര് ആർക്കും പരാതിയില്ല, വിഷമമില്ല. നമ്മൾ പലവട്ടം പറഞ്ഞതാണ് ഇന്ന് ശരിയാക്കാനായിട്ട്. താമസക്കാരുടെ അസോസിയേഷൻ രൂപീകരിക്കാൻ പോലും ഉടമ സമ്മതിക്കുന്നില്ലെന്ന് മറ്റൊരു താമസക്കാരനായ സംഗീതും പറയുന്നു. ഇവിടുത്തെ ഓണറോട് അസോസിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷെ ആളൊരു നിലയ്ക്ക് സമ്മതിക്കുന്നില്ല. ആൾ എത്രയിലും വലിയ ഇത് ചെറിയ പണിയുള്ളൂ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട്. പിന്നെ അവരുടെ കുറെ വീടുകൾ അവരുടെയാണ്. അപ്പൊ അവരൊരു നിലയ്ക്ക് മുന്നോട്ട് വരുന്നില്ല. ഇതിലൊരു 26-28 വീടോട്ടാണ്. അതിലൊരു 11 വീടോട്ട് ഇവരുടെ ബന്ധുക്കാരുടെയാണ്. അപ്പൊ അവര് ഒരു നിലയ്ക്ക് മുന്നോട്ട് വരുന്നില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇവിടെ. മാലിന്യ സംസ്കരണത്തിന് സംവിധാനമില്ലാത്തത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പാർട്ട്മെന്റിന് ജനറേറ്റർ, ഗേറ്റ്, CCTV, സെക്യൂരിറ്റി, വാഹന പാർക്കിംഗ് സൗകര്യം ഇവയൊന്നുമില്ല. ഗേറ്റും സെക്യൂരിറ്റിയും ഇല്ലാത്തതിനാൽ തെരുവുനായ്ക്കൾ വരെ മുകൾ നിലയിൽ വരെ എത്തുന്നുണ്ടെന്ന് താമസക്കാർ ആരോപിക്കുന്നു. മെയിന്റനൻസ് ഫീ ഇനത്തിൽ മാസം 1000 രൂപ വീതം വാങ്ങുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യുന്നില്ല. ഉടമ തിരിഞ്ഞു നോക്കാത്തതിനാൽ ഇനി നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. TCV ന്യൂസ്, തൃശൂർ. പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സർവശിക്ഷ കേരള നടപ്പിലാക്കിയ സ്റ്റാർസ് പദ്ധതി പ്രകാരം കളിയുപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം K. ബാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക K. അനിത, പ്രിൻസിപ്പൽ TK സുധൻകുമാർ, സീനിയർ അധ്യാപികമാരായ BN സുധ, RG സീമ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ റെസ്റ്റ് റൂം, ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S. നായർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് 31 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. തിരുവില്ലാമല പഞ്ചായത്തും ആനമല നീന്തൽ അക്കാദമിയും സംയുക്തമായി നടത്തുന്ന നീന്തൽ പരിശീലന പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M. ഉദയൻ അധ്യക്ഷനായിരുന്നു. KP ഉമാശങ്കർ, വിനി ഉണ്ണികൃഷ്ണൻ, B. രാമചന്ദ്രൻ, KT സുമതി, R. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം കീഴേടമായ കാവീട് കാർത്യായനി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്ന പരിഹാര ക്രിയകൾക്ക് തുടക്കമായി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. ഓഗസ്റ്റിൽ നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയ പരിഹാര നിർദ്ദേശ ക്രിയകളാണ് പുരോഗമിക്കുന്നത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C. മനോജ് എന്നിവർ നേതൃത്വം നൽകി. ശ്രീനാരായണപുരം പഞ്ചായത്തിന് കീഴിൽ റഫറൻസ് ലൈബ്രറി ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KA അയൂബ്, CC ജയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി, സെക്രട്ടറി P. റഹ്ന ആനന്ദ്, വാർഡ് മെമ്പർമാരായ രമ്യ പ്രദീപ്, ജിബി മോൾ, ജാസ്മിൻ, റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. 7000-ലധികം പുസ്തകങ്ങൾ ലൈബ്രറിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പടിഞ്ഞാറെ വെള്ളാനിക്കര ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നടന്ന 19ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. 7 ദിവസങ്ങളിലായി നടന്ന സപ്താഹത്തിന് തണ്ണീർമുക്കം സന്തോഷ് കുമാർ യജ്ഞാചാര്യനായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി മനേഷ് എഴുപുന്ന, ശ്യാം KB, ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി.
വരവൂർ പഞ്ചായത്ത് 7-ാം വാർഡ് നെടുമല കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം MLA UR പ്രദീപ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വിമല പ്രഹ്ലാദൻ, TK യശോദ, അംഗങ്ങളായ VK സേതുമാധവൻ, PS പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. കുടിവെള്ള പദ്ധതി എന്നതിന്റെ പേരിലാണ് ചെയ്യപ്പെടുന്നത്. ഈ സന്തോഷകരമായ മുഹൂർത്തത്തിൽ ഒന്നും ബാക്കി വെക്കാതെ ഈ റോഡ് ഉൾപ്പെടെ നമ്മൾ അറിയാൻ വേണ്ടി ചേർപ്പ് പഞ്ചായത്ത് 17-ാം നമ്പർ 8-മന അംഗനവാടിയുടെ നിർമ്മാണോദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. നാട്ടിക മണ്ഡലത്തിൽ 5 വർഷത്തിനുള്ളിൽ 17 സ്മാർട്ട് അംഗനവാടികൾ നിർമ്മിക്കുന്നതിനായി ഫണ്ട് അനുവദിച്ചതായി MLA പറഞ്ഞു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ജയ, KB പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാരണം നമ്മുടെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ പഠനമായി ബന്ധമുണ്ടായിട്ടുണ്ട്. നമ്മുടെ വല്ലയിടത്തൊക്കെ ടീം ബിഗ് സീറോയുടെ ബാനറിൽ സജീവ് തണ്ടാശ്ശേരി സംവിധാനം ചെയ്ത രേഷ്മ മനക്കുടി ആലപിച്ച പല്ലിശ്ശേരി കാവിലമ്മ അഭയം ആൽബത്തിന്റെ പ്രകാശനം നടന്നു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി മുൻ പ്രസിഡന്റ് M രാജേന്ദ്രൻ, പ്രവാസി ശബ്ദം ചീഫ് എഡിറ്റർ K ഹരിനാരായണ ആൽബം നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് മെമ്പർ സന്ധ്യകുട്ടൻ അധ്യക്ഷത വഹിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് 8-ാം വാർഡ് മെമ്പർ K രവീന്ദ്രനാഥ്, സംഗീത സംവിധായകൻ കലേഷ് പനമ്പയിൽ, ബാബു അമ്മൂസ് എഴുത്തുകാരി ആതിര അംഗീരസ്, രാജഗോപാൽ കീയത്ത് എന്നിവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള വിതരണത്തിന്റെ കാര്യക്ഷമതയ്ക്കായുള്ള വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം P ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് കണ്ടംകുളത്തി, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു, സൂപ്രണ്ട് എഞ്ചിനീയർ ഷൈബി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതി പ്രകാരം കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള വിതരണത്തിന്റെ കൃത്യതയ്ക്ക് 4000 സ്മാർട്ട് മീറ്ററുകളും ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താനും ചോർച്ച കണ്ടെത്താനും കഴിയും. കേരളത്തിലെ ഇടതുപക്ഷ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉള്ള രണ്ടാമത്തെ പദ്ധതിയാണ് വെറ്റ് 2. വളരെ അതുപോലെ തന്നെ ജലനഷ്ടം പാവറട്ടി സാന്ത്വന സ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അവാർഡിന് പരിഗണിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. പാലിയേറ്റീവ് സേവന മേഖലയിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന രജിസ്ട്രേഡ് കേന്ദ്രങ്ങളിലെ സേവന നിരതരായ ഡോക്ടർ, നഴ്സ്, വോളണ്ടിയർ എന്നിവരെയാണ് അവാർഡിന് പരിഗണിക്കുന്നത്. പ്രശസ്തിപത്രവും ഫലകവും 10,000 രൂപയും അടങ്ങുന്നതാണ് അവാർഡ്. ഡിസംബർ 10 മുൻപ് നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. പ്രസിഡന്റ് NP അബൂബക്കർ, സെക്രട്ടറി ഹാരിസ് ഹനീഫ്, കൺവീനർ M യൂസഫ്, മാർട്ടിൻ ലൂയിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെങ്കിടങ് പഞ്ചായത്ത് 14-ാം വാർഡിലെ 10-ാം നമ്പർ അംഗനവാടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ചടങ്ങിൽ അധ്യക്ഷനായി. റൌഫ് ഹാജിയാണ് നെഹ്റു മെമ്മോറിയൽ റോഡിന് അരികിൽ 3 സെന്റ് ഭൂമി സൗജന്യമായി അംഗനവാടി നിർമ്മാണത്തിന് വിട്ടു നൽകിയത്. ജനപ്രതിനിധികളായ പൂർണിമ നിഖിൽ, AT അബ്ദുൽ മജീദ്, ധനിയ സന്തോഷ്, സൗമ്യ സുഗു, KC ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാനറ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ തൃശൂർ റീജിയണൽ ഓഫീസിന് മുന്നിൽ സായാഹ്ന ധർണ നടത്തി. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെറിൻ K ജോൺ ഉദ്ഘാടനം ചെയ്തു. CBSU അഖിലേന്ത്യാ കമ്മിറ്റി അംഗം A ജയൻ അധ്യക്ഷനായി. PH വിനീത, വിപിൻ ബാബു, PG ദിലീപ് എന്നിവർ സംസാരിച്ചു. പുല്ലോറ്റുപുഴയിലെ മണലെടുപ്പ് തടയുക, പാലം സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KP സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CS തിലകൻ അധ്യക്ഷത വഹിച്ചു. നിഷാഫ് കുരിയാപ്പിള്ളി, PN മോഹനൻ, KG മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പങ്കെടുത്ത മുഴുവൻ പേരെയും
കരുവന്തല ജയൻസ് അക്കാദമിയിലെ സൗജന്യ PSC പരിശീലനത്തിലൂടെ സർക്കാർ ജോലി നേടിയവരെയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയും അനുമോദിച്ചു. വെങ്കിടൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. പരിശീലകൻ ഉണ്ണികൃഷ്ണൻ കൊട്ടാരക്കര, KR ജോർജ്, EK ജയൻ, ശരത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,135, പവന് 89,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന അവകാശവാദം ഭരണ തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ ചോദ്യം ചെയ്യില്ലെന്നും സുരേഷ് ഗോപി. വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്ന വഴി രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ബാലമുരുകൻ രക്ഷപ്പെട്ടത് സ്കൂട്ടറിലാണെന്ന് സൂചന. തമിഴ്നാട് പോലീസിനെതിരെ വിയൂർ പോലീസ് കേസെടുത്തു. കാട്ടാന ഭീതി ഒഴിയാതെ കുതിരാൻ. വാണിയമ്പാറ പെരുന്തുമ്പയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി കാട്ടാനക്കൂട്ടമിറങ്ങി. പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പെങ്ങാമുക്ക് സ്വദേശി രായ്മരക്കാർ വീട്ടിൽ ഷബീറിനാണ് പരിക്കേറ്റത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതം. മരത്തങ്കോട് പള്ളിപ്പെരുന്നാളിനായി സ്ഥാപിച്ച പന്തൽ തകർന്നു വീണ അപകടം. പിക്കപ്പ് ലോറി തകർന്നു. ദേശീയപാത പാണഞ്ചേരിയിൽ കാർ തലകീഴായി മറിഞ്ഞു. വടക്കാഞ്ചേരി ഒന്നാംകല്ലിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചങ്ങാലി വീട്ടിൽ മാധവാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.